അരിപ്പാട് വില്ലേജ് ഓഫീസർ പ്രീത 1000 രൂപ കൈക്കൂലി കേസിൽ കുരുങ്ങി. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. പ്രീതയ്ക്ക് 48 വയസ്സ് പ്രായമുണ്ട്. ഇനി 7-8 വർഷം കൂടെ സർവീസ് ഉള്ളൂ. കേരളത്തിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൈക്കൂലി വാങ്ങുന്നവരെ സാധ്യതയുള്ളവരെയൊക്കെ ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിലെ സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് കൈക്കൂലി വാങ്ങുന്നത്, അങ്ങനെയുള്ളൊരു പ്രത്യേക ലിസ്റ്റുകൾ പിയൂണ് മുതൽ അവിടുത്തെ ഏറ്റവും വലിയ ഓഫീസർ വരെ അവർ കൈക്കൂലിക്കാരാണോ അതോ ഇനി അവർ സാധനങ്ങളായിട്ടാണോ ഈ കൈക്കൂലി വാങ്ങുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പല പല ഇൻസിഡൻറ്റും ഉണ്ടാവും. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആ ആൾക്കാർ അങ്ങനെയുള്ളവരെ കൈക്കൂലി വാങ്ങാൻ സാധ്യതയുള്ളവരേക്ക് ചോദിക്കുന്നവരെ അല്ലെ കിട്ടുന്നവരെ, അത് ചില കൈൻഡുകൾ ചില വസ്തുക്കളായിട്ട് വാങ്ങുന്നവരെ, അങ്ങനെയുള്ളവരെല്ലാം ലിസ്റ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകമായിട്ട് വിജിലൻസിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയ ലിസ്റ്റിനകത്ത് പേരുള്ള വ്യക്തിയാണ് പ്രീത. അപ്പോൾ പ്രീത കൈക്കൂലി ചോദിച്ചെന്ന് പറഞ്ഞപ്പം വിജിലൻസിന് അത് വലിയ അത്ഭുതം തോന്നിയില്ല. കാരണം അവർ കൈക്കൂലിക്കാരുടെ ലിസ്റ്റിനകത്ത് പെട്ടയാളാണ്. ജയകൃഷ്ണൻ എന്നൊരാൾക്ക് അയാളെ വില്ലേജ് ഓഫീസിൽ വിളിച്ചു. പ്രീതയെ കിട്ടി, വില്ലേജ് ഓഫീസറെ കിട്ടി. എൻ്റെ വസ്തുവിൻ്റെ സർവേ നമ്പർ ഒന്ന് ലഭിക്കണം എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ശരി, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം തരിക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പഴയ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. അതെല്ലാം വാങ്ങി വെച്ച ശേഷം അവർ തിരിച്ച് ഇയാളെ വിളിച്ചു, ജയകൃഷ്ണനെ വിളിച്ചു. ജയകൃഷ്ണൻ അപ്പം കാര്യം ചോദിച്ചപ്പം പറഞ്ഞു, നിങ്ങളുടെ എന്താണ് ആവശ്യം, നിങ്ങളുടെ സർവേ നമ്പറാണോ, അതിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തരിക. അതെല്ലാം ഇയാൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം വിളിച്ചിട്ട് അവരുടെ ഗൂഗിൾ നമ്പർ അയച്ചു കൊടുത്തു. ഗൂഗിൾ ഫോൺ നമ്പർ അത് അയാൾക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അതിൽ കൂടെ ഒരു 1000 രൂപ ഇങ്ങോട്ട് ഇടുക. കാരണം ആ നമ്പർ ഗൂഗിൾ പേ കൂടെയാണ്, ഗൂഗിൾ ഫോണിൽ കൂടെ ആയതുകൊണ്ട് ആ നമ്പർ അയച്ചു കൊടുത്തതിന് എവിഡൻസ് ഉണ്ടാവില്ല, അത് റെക്കോർഡഡ് ആയിരിക്കത്തില്ല, അത് പിന്നീട് അങ്ങ് മാഞ്ഞു പൊക്കോളും. അതുകൊണ്ട് അവർ ഗൂഗിൾ പേ കൂടെ 1000 രൂപ അയക്കാനും അതിൽ കൂടെ അവരുടെ നമ്പരും കൊടുക്കുകയും ചെയ്തു. ആ നമ്പറിലേക്ക് അയാൾ വിളിച്ചു. അപ്പോൾ അവർ ഇയാളുടെ വസ്തുക്കളുടെ പഴയ നമ്പരെല്ലാം കൊടുത്തു. 1000 രൂപ ഇടാൻ പറഞ്ഞു. അതിനുശേഷം ഇയാൾ വിജിലൻസിനെ സമീപിച്ചിട്ട് പറഞ്ഞു 1000 രൂപ ചോദിച്ചു. ഒരു നമ്പർ ചോദിച്ചു, സർവേ നമ്പർ ചോദിച്ചത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഹെൽപ്പും ഇല്ല. അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. അയാളുടെ റെക്കോർഡ് എടുത്ത് നോക്കണം, ആ പഴയ സർവേ നമ്പർ, പുതിയ റീസർവേ നമ്പർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പഴയ നമ്പരാണ് ചോദിച്ചത്. അയാൾക്കിപ്പം കൃഷിക്ക് വായ്പകൾ കൊടുക്കുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് സ്കീം വന്നിട്ടുണ്ട്. എല്ലാ കൃഷിക്കാരും ഇപ്പം കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്, ടാക്സ് അടച്ചത് ആരാണ്, ആരുടെ പേരിലാണ് വില്ലേജ് ഓഫീസ് ടാക്സ് അടയ്ക്കുന്നത്, അയാൾക്ക് സ്ഥലം ഉള്ളവർക്ക് മാത്രമേ ഇത് അനുവദിക്കുള്ളൂ. അതുകൊണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ സർവേ നമ്പരും ആ പഴയ സർവേ നമ്പറിൽ ഉള്ള നമ്പർ കിട്ടിയെങ്കിൽ മാത്രമേ അതിൻ്റെ ടാക്സ് അടയ്ക്കാൻ ഒക്കുള്ളൂ. ടാക്സ് അടച്ചിട്ട് ആ സർക്കാരിൽ കിട്ടുന്ന ആനുകൂല്യം വാങ്ങിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പ്രീതയെ ഇങ്ങേര് വിളിച്ചിട്ട് ഇങ്ങേരെ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, അതിൻ്റെ സർവേ നമ്പർ കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്ത് ആ നമ്പർ പറഞ്ഞു കൊടുത്തതിന് ആണ് 1000 രൂപ കൈക്കൂലി വാങ്ങിച്ചത്. അതിന് എവിഡൻസായി ഏതായാലും വിജിലൻസ് ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. കേരളത്തിലെ ഈ കൈക്കൂലി ഒരു കാലത്തും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരും കൈക്കൂലി വാങ്ങും. പല വിധത്തിലാണ് വാങ്ങുന്നതേ ഉള്ളൂ, പല തന്ത്രത്തിലാണ് വാങ്ങുന്നത്. ഗൂഗിൾ പേ ഒക്കെ അവരുടെ അറിവ് ലിമിറ്റഡ് ആയതുകൊണ്ടാണ്. കാരണം അങ്ങനെ വന്ന പൈസ ബാങ്കിൽ എങ്ങനെയായാലും അക്കൗണ്ടിൽ വരുമല്ലോ. അപ്പോൾ ഇയാൾ കൊടുത്തത് ഇയാളുടെ അക്കൗണ്ടിൽ നിന്നാണ് അങ്ങോട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ ക്ലിയർ ആവും. പക്ഷേ എങ്ങനെയായാലും എന്ത് പ്രശ്നമായാലും അവരുടെ ബുദ്ധിക്കനുസരിച്ച് ഇത് പിടിക്കപ്പെടില്ല എന്ന് കരുതി തന്നെയാണ് 1000 രൂപ കൈക്കൂലി. വെറും 1000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെ ഇപ്പം വിജിലൻസ് അറസ്റ്റ് ചെയ്തതും അതിനൊക്കെ സംബന്ധിച്ച് കേസുള്ളതും അതിന് തീർച്ചയായിട്ടും എവിഡൻസ് വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കൺവിഷൻ കിട്ടുന്നതും പെൻഷൻ കിട്ടാതെ വീട്ടിലിരിക്കുന്നതും 100 പ്രശ്നങ്ങളാണ് വെറും 1000 രൂപയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കൈക്കൂലി വാങ്ങുന്നവർ സൂക്ഷിക്കുക.
ഏത് രീതിയിലാണ് പിടി വരുന്നതെന്ന് അറിയില്ല. നിങ്ങൾ കൈക്കൂലി വാങ്ങുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ഓൾറെഡി വിജിലൻസിൻ്റെ കയ്യിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും എല്ലാം ഉണ്ട്. എവിടെയൊക്കെ നിങ്ങൾ ജോലി ചെയ്ത് ആ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ആരോടാണ് വാങ്ങിച്ചതെന്ന് വരെ കാണും. അത് കംപ്ലൈൻറ്റ് വരാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ബുക്ക് ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കൈക്കൂലിക്കാരാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ട് വിജിലൻസ് നിങ്ങളെ ട്രാപ്പിൽപ്പെടുത്തും. കൈക്കൂലിക്കാരല്ലാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു വാണിംഗ്, സർക്കാർ ജീവനക്കാർക്ക് സാധാരണ വിജിലൻസ് ഒരു വാണിംഗ് കൊടുക്കും. നിങ്ങളെപ്പറ്റി ഇപ്പോൾ ആരോപണം വരുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് ജോലി ചെയ്യുക എന്നൊക്കെ ഒരു വാണിംഗ് കൊടുക്കും. കാരണം അവരെ പിടിച്ച് നശിപ്പിക്കേണ്ടതെന്ന് ചെയ്താൽ അതോടുകൂടി അങ്ങ് നിർത്തി അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് അങ്ങ് പോകാൻ ഉദ്ദേശിച്ച് നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ് വിജിലൻസ് നിങ്ങളുടെ അടുത്ത് അറിയിക്കുന്ന വേറൊരാൾ മുഖേന അറിയിക്കും, കംപ്ലൈൻ്റ് ഉണ്ട് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പിന്മാറാനെങ്കിലും വേണം. പ്രീതയെ സംബന്ധിച്ചിടത്തോളം പ്രീത കൈക്കൂലിക്കാരെ ആണ് എന്ന് വിജിലൻസിൻ്റെ നേരത്തെ മുതലേക്ക് ധാരാളം കംപ്ലൈൻ്റ് ഉണ്ട്. ഏതായാലും ബുക്ക് ചെയ്തു പോയി, പിടിക്കപ്പെട്ടു, കൺവിഷൻ ആയാലും തീർച്ചയായിട്ടും ഒരു ശിക്ഷ അനുഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.